ഹായ് ഹലോ, ഇന്നത്തേത് നമ്മുടെ ഒരു കട്ടിങ് വീഡിയോ ആണ്. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കസ്റ്റമർ ഇട്ടിട്ടുള്ള വീഡിയോ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫൈനൽ ലുക്ക് കാണണം എന്നുള്ളവർ അതൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഏറ്റവും ആദ്യം ഷോൾഡറിൻ്റെ അടുത്ത് തയ്യൽ തുമ്പായിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്കിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ബോട്ട് നെക്ക് പോലെ വന്നിട്ട് ഫ്രണ്ടിലെ ആ സെൻറ്റർ ഭാഗത്തൊരു വി കട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ ബോട്ട് നെക്ക് പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ലോപ്പ് വേണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. തൽക്കാലത്തേക്കിന് ഞാൻ ആം ഹോളിൻ്റെ ലെങ്ത്ത് ഒരു 7 ഇഞ്ചായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ചെറിയ വ്യത്യാസം വരുന്നുണ്ട്, നമുക്ക് മുന്നോട്ട് കാണാം. പിന്നെ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് ഷോൾഡറിൽ നിന്ന് 14 ഇഞ്ച് താഴത്ത് ഷേപ്പിൻ്റെ ലെങ്താണ്. അത് കഴിഞ്ഞിട്ട് ഷോൾഡറിൽ നിന്ന് സ്ലിറ്റ് വരെ, അതായത് ഹിപ്പിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ അതുവരെയുള്ള മാർക്കിങ് കൊടുക്കുകയാണ്. ഞാനിവിടെ 20 ഇഞ്ചാണ് കൊടുക്കുന്നത്. മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എൽ സ്കെയിൽ ഉണ്ടെങ്കിൽ ആ എൽ സ്കെയിൽ വെച്ച് ആ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്യുറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സൈഡിലും സെയിം മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ എളുപ്പമായിരിക്കുമേ. അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ചെറുതായിട്ട് ചെരിഞ്ഞ് വരും. അതുകൊണ്ടാണ് ഞാൻ 2 ഇടത്തും ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹിപ്പ് ലൈന്, വെയ്സ്റ്റ് ലൈന്, ചെസ്റ്റ് ലൈന്, നിങ്ങൾക്ക് ബസ്റ്റ് കുറച്ചുകൂടെ ഷേപ്പ് ചെയ്ത് വരണം എന്നുള്ളവരാണെങ്കിൽ ബസ്റ്റിൻ്റെ ലൈൻ മാർക്കും കൂടെ ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആം ഹോൾ ലെങ്തിൻ്റെ ലൈൻ 7 ഇഞ്ചിൽ മാർക്ക് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം കുറേ പേർക്കെങ്കിലും നല്ല സംശയമുള്ളതാണ് ഈ ആം ഹോളിൻ്റെ ലെങ്ത് ലൈന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. മുന്നത്തെ വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആൾക്കാർ എന്നോട് അത് ചോദിക്കാറുണ്ട്. നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തില്ലേ ഷോൾഡറിൻ്റെ അവിടേക്ക് നമ്മൾ എത്രയാണോ നമ്മുടെ ടോട്ടൽ ഷോൾഡർ അതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ തയ്യൽ തുമ്പ് ആഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാത്തതായിരിക്കും നല്ലത്. എന്നിട്ട് ആ ഷോൾഡർ എത്രയാണോ അത് തന്നെ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് 7 ഇഞ്ചാണേ. എന്തുകൊണ്ടാണ് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ ഈ 3 ഇഞ്ചല്ലേ മാക്സിമം പോയാൽ നമ്മൾ ബോട്ട് നെക്കിനൊക്കെ ആയിട്ട് ഡെപ്ത്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ചെറിയ രീതിയിലാണെങ്കിൽ കൂടെയും നെക്ക് സ്വല്പം വൈഡാക്കി കൊടുക്കും ക്ലോത്ത്. അപ്പോൾ ഷോൾഡറിൽ നിന്ന് സൈഡിലേക്ക് ഇച്ചിരി ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പും കൂടെ കൊടുക്കുകയാണെങ്കിൽ വീണ്ടും അത് സ്വല്പം കൂടെ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൊടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഷോൾഡറിൽ തന്നെ നിന്നോളും. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കണക്കൊന്ന് ശ്രദ്ധിച്ച് കേട്ടോളെ. ലൈനിങ് ഇല്ലാത്ത സ്ലിറ്റ് ടോപ്പാണ് ഞാൻ ഈ തയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ലൂസായിട്ട് എക്സ്ട്രാ 1 ഇഞ്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ബസ് സൈസ് എന്ന് പറയുന്നത് 36 ഇഞ്ചാണ്. 1 ഇഞ്ച് ലൂസ് കൊടുക്കുമ്പോഴത്തേന് 37 ഇഞ്ച്. 37ൻ്റെ 4/1 ഭാഗം എന്ന് പറയുന്നാൽ 9.25. ഈ 9.25 ബസ്റ്റിൻ്റെ അവിടുത്തെ മാർക്കിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സെയിം കാൽക്കുലേഷൻ തന്നെയാണ് നമ്മൾ വേസ്റ്റ് പാർട്ടിലും ഹിപ്പ് പാർട്ടിലും കൊടുക്കുന്നത്. വേസ്റ്റിൻ്റെ അവിടുത്തെ മാർക്കിങ് 8.5 കൊടുത്തേക്കുന്നത്. ഹിപ്പിൻ്റെ അവിടുത്തെ മാർക്കിംഗ് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. ഹിപ്പിൻ്റെ അവിടെ തയ്യൽ തുമ്പായിട്ട് കൊടുക്കുന്നത് 1 ഇഞ്ചും വേസ്റ്റിൻ്റെ അവിടെയും ബസ്റ്റിൻ്റെ അവിടെയും തയ്യൽ തുമ്പായിട്ട് കൊടുക്കുന്നത് 1.5 ഇഞ്ചുമാണ്. എപ്പോഴും ഈ 1.5 ഇഞ്ച് ഒരു സേഫ് സൈഡാണ്. 1 ഇഞ്ചൊക്കെ ആണെങ്കിൽ അത്രയും നല്ലതാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇടുമ്പോൾ ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും. 1.5 ഇഞ്ചൊക്കെ കൊടുക്കുന്നത് നമ്മൾ എക്സ്ട്രാ തയ്യലൊക്കെ കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. പിന്നെ നമ്മൾ ഹിപ്പിൽ നിന്ന് താഴേക്ക് സ്ലിറ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ എന്താണോ ഹിപ്പിൽ മാർക്ക് ചെയ്തത് അതേപോലെ തന്നെ താഴേക്ക് മാർക്ക് ചെയ്യാം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്ട്രെയിറ്റ് കട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഒരു എ ലൈൻ പാറ്റേൺ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും മാർക്ക് ചെയ്യാം. അത് കംപ്ലീറ്റ്ലി നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ലിറ്റ് ആണെങ്കിൽ നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാനും കുറച്ച് എളുപ്പമായിരിക്കും. എ ലൈൻ പോലെ വരുന്നിടത്ത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും നമുക്ക് ആ സ്ലിറ്റ് പ്രോപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബിഗിനേഴ്സിന് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആയി വന്നവർക്ക് അത് പ്രശ്നമല്ലായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ മറക്കാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഹിപ്പിൽ നിന്നും താഴേക്ക് സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്തിട്ട് തന്നെ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഹിപ്പ് കർവ് സ്കെയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ മോസ്റ്റ്ലി ഇങ്ങനെയായിരിക്കും കേട്ടോ ഷേപ്പ് കൊടുക്കാറ്. അതായത് ആ കേവ് വരുന്ന ഭാഗം മേളിൽ അതുപോലെ വെച്ച് കൊടുക്കും. എന്നിട്ട് അതേ കേവ് വരുന്ന ഭാഗം ഹിപ്പിൽ നിന്ന് വേസ്റ്റിലേക്ക് വരുന്ന പോലെയും വെച്ച് കൊടുക്കും. ഇത് നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം ചിലരുടെ ബോഡി ഷേപ്പ്
അതിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനനുസരിച്ച് ഷേപ്പ് മാറ്റി കൊടുക്കേണ്ടി വരും. നമ്മൾ പറയാറില്ലേ ആപ്പിൾ ഷേപ്പ് എന്നൊക്കെ പറയാറില്ലേ ചില ആൾക്കാരുടെ ബോഡി സ്ട്രക്ചർ കാണുമ്പോഴത്തേക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനും നമ്മൾ സ്കെയിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അത് ഭാവിയിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നമുക്കത് കാണാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ആം ഹോൾ മാർക്ക് ചെയ്യുന്നത്. എപ്പോഴും നല്ലത് ആം ഹോൾ ആദ്യമേ മാർക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത ശേഷം താഴേക്കുള്ള മാർക്കിങ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. പക്ഷെ ഞാൻ ഇതിനകത്ത് താഴേക്ക് ലെങ്ത് വൈസ് അങ്ങനെ അങ്ങ് പോയി. മാർക്കിങ് ഭയങ്കര സിമ്പിളാണ്. ആം ഹോൾ ലെങ്തിൻ്റെ സെൻറ്ററും ബസ്റ്റിൻ്റെ ആ ഷേപ്പും തമ്മിൽ കർവ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. നിലവിൽ 7 ഇഞ്ചാണല്ലോ നമ്മൾ ആം ഹോളിൻ്റെ ലെങ്ത് ആയിട്ട് കൊടുത്തത്. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള ആം ഹോൾ റൗണ്ട് അല്ല, അതിനേക്കാൾ കൂടുതലുണ്ട്. അപ്പോൾ ലെങ്ത് കുറച്ച് മാർക്ക് ചെയ്യുവാണേ, 1 ഇഞ്ചോളം കുറച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ ആ കർവ് വരച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക നമുക്ക് ആവശ്യമായിട്ടുള്ള ലൂസ് ഉൾപ്പെടെയുള്ള മെഷർമെൻറ്റ് കിട്ടുന്നില്ല എന്നുള്ളത്. ആം ഹോളിൻ്റെ കേസിൽ എന്തോരം ലൂസ് കൊടുക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യാറ് 1 ഇഞ്ച് കൊടുക്കും ലൈനിങ് ഉണ്ടെങ്കിൽ. ലൈനിങ് ഇല്ല എന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച്. അതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ലൂസ് ഉൾപ്പെടെ എനിക്ക് വേണ്ടിയ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 8 ഇഞ്ചാണേ. അപ്പോൾ 7 നിന്ന് 6 കുറച്ചപ്പോൾ 8 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ മാർക്കിങ് ഇത്രയേ ഉള്ളൂ, കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് ഞാൻ എടുത്തിട്ടില്ല, പക്ഷേ ഒരുവിധപ്പെട്ട ഏത് വീഡിയോസ് കണ്ടാലും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. നെക്കിൻ്റെ ഒരു കാൽക്കുലേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് 3 ഇഞ്ച് ഡെപ്ത്ത് ബാക്കിൽ കൊടുക്കാം, 5 ഇഞ്ച് വൈഡോ 4.5-5 ഇഞ്ച് വൈഡ് നമുക്ക് കൊടുക്കാം. ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ആ റൗണ്ട് ഷേപ്പ് 3 ഇഞ്ചിൽ കൊടുക്കാം. ശേഷം വി വരുന്ന ഭാഗമുണ്ടല്ലോ, ഒരു 5-5.5 വരേക്ക് നമുക്ക് ആ വിയുടെ ഡെപ്ത്ത് ഇറക്കി കൊടുക്കാം. അപ്പം വീഡിയോ കുറച്ചുകൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിലെല്ലാം നമുക്ക് ഈ നെക്ക് ഡെപ്ത്ത് കൂടിക്കഴിയുമ്പോഴൊക്കെ വരുന്ന സിറ്റുവേഷൻസൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് കാണാം. പിന്നെ നോച്ചസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വേസ്റ്റ് റൗണ്ട്, ഹിപ്പ് റൗണ്ട്, പിന്നെ സൈഡിൽ നിന്ന് ആ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നിടം, അങ്ങനെ കുറച്ച് പോയിൻറ്റ്സിൽ സെൻറ്റർ ഭാഗം ഇവിടെയൊക്കെ നോച്ചസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതായത് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരേപോലെ വെക്കാനൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഫ്രണ്ട് പീസാണ്. കൈക്കൂടി കുഴിച്ച് വെട്ടണം. ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് ഇതിൻ്റെ ഇടയിൽ നിന്നാലും മതി. മാക്സിമം ഒരു 3/4 ഇഞ്ച്, 1/2 ഇഞ്ച് ഏറ്റവും കുറഞ്ഞത്. ഇങ്ങനെ കട്ട് ചെയ്തിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ചുളിഞ്ഞ് നിൽക്കും. നിങ്ങൾക്ക് വരച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഞാൻ പിന്നെ റഫായിട്ട് അങ്ങ് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കട്ടിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സജഷൻസ് തരിക, നമുക്ക് വീഡിയോസ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്ത് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.